വടക്കൻ കേരളത്തിന് എങ്ങനെയാണോ മുട്ടപ്പൻ, അതുപോലെ തുളുനാടിന്റെ കൺകണ്ട ദൈവമാണ് കുറകച്ച. ഈ നാടിന്റെ സാധാരണക്കാർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഈശ്വരൻ. ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതിയാണ് കുറകച്ചയും ദൈവക്കരുവായി മാറിയത്. വരുമ്പോൾ തുള്ളു ദൈവമാണ്. അപ്പോൾ അവർ തുള്ളിൽ കെട്ടിയാടെ പിന്നെ തുള്ളി മലയാളം സംസാരിക്കലില്ല, തുള്ളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ നല്ല ശക്തിയുള്ള തെയ്യമാണ്. ആര് വിചാരിച്ചാൽ വരുന്ന തെയ്യം അത്. എന്ത് നേർച്ച തെയ്യം ഉണ്ടെന്നെങ്കിൽ അത് അജ്ജൻ നടത്തി തരും. അങ്ങനത്തെ അല്ല അജ്ജാൻ. പിന്നെ ഒരു പോകുമ്പോൾ അവരൊരു ക്രമമുണ്ട് അജ്ജന്. ഇപ്പം നമ്മളിത് ഉണ്ടാക്കുന്നത് പുണ്ടായി എന്ന് പറയും, പുണ്ടായി തുള്ളിൽ പുണ്ടായി. അപ്പോൾ അജ്ജന് അത് വേണം. അജ്ജന് കുത്താറെന്ന് വന്നിട്ട് പിന്നെ കുത്താറ് ആണ് മൈൻ. പിന്നെ ദേർലക്കട്ടെ കാന്തപദവ്, പിന്നെ മുലയാർ ബാർഗെ, അങ്ങനെ ചേവാർ മണ്ടകപ്പൂ ഇരുന്നിട്ട് അവസാനം ചോടല കണ്ണികൾക്ക് വന്നിട്ട് ഇരുന്നതാണ്. ബാല്യത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പയ്യനെ വളർത്തമ്മയായ മൈരക്കൈ ബൈദേയി എടുത്തു വളർത്തി. വർഷങ്ങൾക്കിപ്പുറം കുറകത്തനിയ യുവാവായി. വളർത്തമ്മയുടെ തറവാട്ടിലെ തെയ്യംകെട്ടിന് കുരുത്തോലയും ഇളനീരുമായി പോയ ചെറുപ്പക്കാരൻ പ്രമാണികളുമായി ഐത്തത്തെ ചൊല്ലി കലഹിച്ചു. പിന്നീട് അച്ചാറിടാനായി നാരങ്ങ പറിക്കാനിറങ്ങി ക്ഷേത്രത്തിലെ താഴികക്കുടത്തിൽ ചവിട്ടി. ദൈവം പ്രത്യക്ഷപ്പെട്ട് കുറകജയെ ദൈവക്കരുവാക്കി മാറ്റിയെന്നതാണ് ഐതിഹ്യം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച ഭക്തരിൽ പലരും കുറഞ്ഞാണ്. അനുഗ്രഹവർഷം ചൊരിഞ്ഞ് മൊഴി നൽകി തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.